ഹലോ ഹായ് നമസ്കാരം. ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ ഒരു ഡോക്ടറല്ല. മറിച്ച് ഒരു സാധാരണക്കാരൻ നിലയിൽ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളെന്ന നിലയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ജീവി എന്ന നിലയിൽ എനിക്കുണ്ടായിട്ടുള്ള സംശയങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംശയങ്ങളാണ്. അതായത് ഒരുപാട് ഡോക്ടർമാർ പറയുന്നു നമ്മൾ സ്ഥിരമായിട്ട് സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ വൈറ്റമിൻസ് കഴിക്കണമെന്ന്. എന്നാൽ മറ്റൊരു ഭാഗം പറയുന്നു നിങ്ങൾ ഇത്തരം വൈറ്റമിൻസ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിലൂടെ കിഡ്നി, ലിവർ എന്നിവ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൽ ആരെ വിശ്വസിക്കണം? നമ്മൾ മലയാളത്തിലെ ഡോക്ടേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ ഒരുപാട് ഡോക്ടർമാർ പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ഒമേഗ 3, കാൽഷ്യം, മഗ്നീഷ്യം, വൈറ്റമിൻസ് എന്നിവയൊക്കെ എടുക്കണമെന്നാണ്. പലരുടെയും തമ്പനയിൽ തന്നെ പറയുന്നത് ഞാൻ സ്ഥിരമായി എടുക്കുന്ന വൈറ്റമിൻസ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് ആണ്. അതായത് ആ ഡോക്ടർ സ്ഥിരമായി കഴിക്കുന്ന എന്നിവർ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഡോക്ടർ ഇങ്ങനെ കാണിക്കുമ്പോൾ അവരൊരു ഡോക്ടർ മാത്രമല്ല, ഒരു ഇൻഫ്ലുവൻസർ കൂടി ആയിക്കൊണ്ടിരിക്കുക. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഡോക്ടർ കഴിക്കുന്നതാണല്ലോ, അപ്പോൾ എനിക്ക് കഴിക്കാമല്ലോ എന്ന് ചിന്തിച്ച് അവർ മാറ്റി കഴിക്കാൻ ആരംഭിക്കും. എന്നാൽ ഇതിനെ എതിർക്കുന്ന മറ്റൊരു ഡോക്ടർമാർ പറയുന്നത് ഈ ഡോക്ടർമാരൊന്നും ഒറിജിനൽ ഡോക്ടർമാരല്ല, മറിച്ച് ഇവരൊക്കെ ഹോമിയോപ്പതിക്കാരാണ് അല്ലെങ്കിൽ നാച്ചുറോപ്പതിക്കാരാണ്, ഇവർക്കൊന്നും ഇതിൻ്റെ സൈഡ് എഫക്ട്സ് അറിയില്ല എന്നാണ്. ഇത്തരം ഡോക്ടേഴ്സ് നമ്മൾ വൈറ്റമിൻ സി സ്ഥിരമായിട്ട് കഴിഞ്ഞാൽ പോലും എതിർക്കുന്നവരാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പലപ്പോഴും നമുക്ക് ഈ വൈറ്റമിൻസ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് പൂർണ്ണമായി ഒഴുകാൻ കഴിയില്ല. പല രോഗങ്ങൾക്കും ഇത് ആവശ്യമാണ് താനും. ഉദാഹരണത്തിന് മൗത്ത് അൾസർ ഒരാൾക്ക് പലപ്പോഴും ഡോക്ടർമാർ ബി കോംപ്ലക്സ് അല്ലെങ്കിൽ വൈറ്റമിൻ ബി ടാബ്ലറ്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇവിടെ പെട്ടെന്ന് തന്നെ ആ രോഗം ഭേദമായി ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പ്രായമുള്ളവർക്കും ഗർഭിണികൾക്കും പലപ്പോഴും ഡോക്ടേഴ്സ് ഫോളിക് ആസിഡ് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് ഡോക്ടേഴ്സ് അത് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. മറ്റൊന്ന് പ്രത്യേക ഡയറ്റ് നോക്കാണ്. വീഗൻ ഡയറ്റ് പോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വീഗൻ ഡയറ്റ് എടുക്കുന്നവർക്ക് അതിന് തക്കതായ സപ്ലിമെൻറ്റ്സ് പലപ്പോഴും ആവശ്യമായി വരാറുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഒരു വിഭാഗം ഡോക്ടർമാർ എന്തുകൊണ്ടാണ് സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ വൈറ്റമിൻസ് കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ നോക്കാം. ഒന്നാമത്തത്, ഇത് കഴിക്കുന്നതിലൂടെ ആ ദിവസം മുഴുവൻ എനർജി ലഭിക്കുകയും നമ്മളുടെ ജോലി, പഠനം എന്നിവയിലൊക്കെ നമുക്ക് നല്ല പെർഫോമൻസ് കഴിയുകയും അതേപോലെ തന്നെ ദീർഘനാൾ രോഗങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ഈ പറയുന്നത്. രണ്ടാമത്തത്, നമ്മുടെ ആഹാരത്തിലെ പോഷകമില്ലായ്മയാണ്. അതായത് ആധുനിക കൃഷി മൂലം നമ്മുടെ ആഹാരത്തിലെ പോഷകങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കുന്നതാണ് പറയുന്നത്. അതേപോലെ തന്നെ 100 വർഷം മുന്നേ ഉള്ള ആഹാരത്തിലുണ്ടായിരുന്ന പോഷകങ്ങൾ ഇന്ന് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഓരോ മനുഷ്യൻ്റെയും ശരീരഘടന, മാനസികാരോഗ്യം, ഉറക്ക നിലവാരം, അതേപോലെ തന്നെ ദഹന പ്രക്രിയ എന്നിവയെല്ലാം വ്യത്യസ്തങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള പലർക്കും അവരുടെ ശരീരത്തിലേക്ക് പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും എന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ വിഭാഗം, അതായത് വൈറ്റമിൻസ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിനെ എതിർക്കുന്ന ഡോക്ടർമാർ പറയുന്ന കാരണങ്ങൾ നോക്കാം. ഒന്നാമത്തത്, നിയന്ത്രണമില്ലായ്മ. അതായത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും മെഡിസിൻസിനുള്ള നിയന്ത്രണങ്ങൾ പോലും ഇത്തരം വൈറ്റമിൻസ് സപ്ലിമെൻറ്റ്സിന് ഇല്ല എന്നുള്ളതാണ്. അതായത് അതിന് കൃത്യമായ ക്വാണ്ടിറ്റി ഉണ്ടോ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കറക്റ്റാണോ എന്നൊന്നും ആരും നോക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്, പ്രകൃതിദത്ത ഭക്ഷണത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ്. അതായത് നമ്മൾ ഈ വൈറ്റമിൻസിലൂടെയും ഗുളികയിലൂടെയും കിട്ടുന്ന പോഷകങ്ങളെക്കാൾ നമ്മുടെ ആഹാരത്തിൽ കിട്ടുന്ന പോഷകങ്ങളാണ് ശരീരം കൂടുതൽ ആഗിരണം ചെയ്യപ്പെടുന്നതാണ് പറയുന്നത്. കൃത്രിമ ഗുളികകളിലൂടെ ശരീരം വളരെ കുറച്ച് മാത്രം പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നുള്ളതും ബാക്കിയുള്ള പുറന്തള്ളിയാണെന്നാണ് ഇവർ പറയുന്നത്. മൂന്നാമത്തത്, വിഷാംശമാക്കാനുള്ള സാധ്യതയാണ്. അതായത് വൈറ്റമിൻ ബി അല്ലെങ്കിൽ സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. അത് നമ്മുടെ ശരീരത്തിൽ അധികം വന്നു കഴിഞ്ഞാൽ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടും. വൈറ്റമിൻ എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും അത് പലപ്പോഴും കിഡ്നി സ്റ്റോണ്, കിഡ്നി അസുഖങ്ങൾ അല്ലെങ്കിൽ ലിവർ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മറ്റൊന്ന്, പല ഡോക്ടേഴ്സും അവരുടെ കൺസൾട്ടേഷൻ സമയത്ത് രോഗിയോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടാവും? പലപ്പോഴും ഇല്ല എന്നാണ് ഉത്തരം. അതായത് അവരെ സംബന്ധിച്ചോളം ഷുഗർ, പ്രഷർ ഒന്നും മരുന്ന് കഴിക്കുന്നില്ല. ഡോക്ടർ വീണ്ടും ചോദിച്ച് പറയുന്നവർ ഞാൻ സ്ഥിരമായിട്ട് വൈറ്റമിൻസ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ട് എന്നാണ്. പല ഡോക്ടേഴ്സും പറയുന്നത് അവർ കൊടുക്കുന്ന ഗുളികകൾ പലപ്പോഴും ഇതുമായിട്ട് റിയാക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ്. മറ്റൊന്ന്, മൾട്ടി വൈറ്റമിൻസും വൈറ്റമിൻ B6 പലരും ഒന്നിച്ചെടുക്കാറുണ്ട്. ഇത് പലപ്പോഴും ഓവർ ഡോസിന് കാരണമാകാറുണ്ട്. മറ്റൊന്ന്, കാൽഷ്യം, അയൺ, മഗ്നീഷ്യം എന്നീ ഗുളികൾ ഒന്നിച്ചെടുക്കുമ്പോൾ
അത് പലപ്പോഴും ശരീരത്തിലേക്ക് ആയിരം ചെല്ലപ്പെടുന്നത് വളരെ കുറച്ച് എമൗണ്ട് മാത്രമാണ് എന്നാണ് പറയപ്പെടുന്നത്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും ആളുകൾ വീടുകളിൽ പോലും ഇത്തരം സപ്ലിമെൻറ്റ്സ് കൊണ്ട് നടന്ന് വിൽക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ അമേരിക്കയിൽ ഏകദേശം 70% ആളുകളും ഇത്തരം വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുമെന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സപ്ലിമെൻറ്റ്സിന് പിന്നിലെ ഒരു വലിയ ബിസിനസ് സാധ്യത നമ്മൾ കണ്ണടച്ചുകൂടാ. അവസാനമായിട്ട് ഇനി നമുക്ക് എന്തേ കഴിയും? നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത് ബ്ലഡ് ടെസ്റ്റ്. അതായത് ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മുടെ ശരീരത്തിലെ മൈക്രോന്യൂട്രിയൻസിൻ്റെ അളവ് ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. രണ്ടാമത് നമ്മൾ കൃത്യമായ പോഷകങ്ങൾ ആഹാരങ്ങളിൽ ഉൾപ്പെടുത്തുക. അതായത് പോഷകസമൃദ്ധ ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. 3, നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, മൈക്രോന്യൂട്രിയൻസ് കുറവുണ്ടായി, ഡോക്ടർ ഗുളിക പ്രിസ്ക്രൈബ് ചെയ്തു. നമ്മൾ ഈ ഗുളികയുടെ ഗുണനിലവാരം കൃത്യമായി പരിശോധിക്കണം. അത് ഇൻഗ്രീഡിയൻസ് കൃത്യമായിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തലാണ്. നമ്മുടെ ആരോഗ്യം ഒരിക്കലും സോഷ്യൽ മീഡിയയിലെ അൽഗോരിതങ്ങൾ തീരുമാനിക്കുന്ന ഒന്നായി മാറരുത്. ഇതേപറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.